നാട്ടിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് മേടിച്ചിട്ട് പോകാറുള്ളത്? നമുക്ക് യൂഷ്വലി നമ്മൾ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അമൃതാഞ്ജൻ, വിക്സ്, മൂവ്, ആക്സ് ഓയിൽ, അങ്ങനത്തെ സാധനങ്ങൾ ഞാനും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത് ഡാസേത്ത് ലുലുവിലാണേ. നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് തന്നെയാണ്, പക്ഷെ അധികമായിട്ടൊന്നും ഇല്ല. കാരണം നമുക്ക് ലഗേജ് വളരെ കുറവാണ്, ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. പണ്ടൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ ഉള്ള സമയത്ത് ഒന്നും അറിയണ്ട, വെറുതെ ട്രോളി ഉന്തി അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എല്ലാം കണ്ടും നോക്കിയും വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ശ്രീകുട്ടൻ പിന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ അമ്മേനെ വിളിച്ചിട്ടാണ് കേട്ടോ ചോദിച്ച് മേടിച്ചെടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേത്തെ ഷോപ്പിംഗ് ഒരു റാണി ജ്യൂസും കുടിച്ച് ഞാൻ അവസാനിപ്പിച്ചു. ഇത് ഡേ 2 ഓഫ് ഷോപ്പിംഗ്. ഇന്ന് നമ്മൾ പോകുന്നത് റൂവിയിലുള്ള ലുലുവിലേക്കാണ് കേട്ടോ. ഇവിടെ ലോട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ ആഡഡ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ഇത് ചെറിയ ചെറിയ പൈസ എല്ലാം ഡിസ്കൗണ്ട് സെൻറ്ററിൽ കയറുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതിനധികം പൈസ ഇല്ലല്ലോ വെച്ചാൽ നമ്മളെല്ലാം അങ്ങ് വാരി അങ്ങ് ഇടും. എന്നിട്ട് ബില്ലടിക്കുമ്പോഴോ ഒരു ലോഡായിരിക്കും ബില്ല് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും മാത്രമേ ഇങ്ങനത്തെ ഡിസ്കൗണ്ട് സെൻറ്ററിൽ പോകുമ്പോൾ സാധനം എടുക്കാവൂ കേട്ടോ. പക്ഷെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനങ്ങ് എടുത്തു. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് മേടിക്കാനുള്ള ഭയങ്കര ത്വരയാണ്. എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് മൊത്തം ശ്രീകുട്ടനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ റൂവി ലുലുവിലുള്ള ലോട്ടിനെക്കാട്ടും എനിക്കിഷ്ടം അമരാത്തിലുള്ള ലോട്ടാണ് കേട്ടോ. കാരണം അവിടെ എനിക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് തോന്നിയിട്ടുണ്ട്, ഡ്രസ്സിനൊക്കെ ആണെങ്കിലും ഫുട്വെയറിനൊക്കെ ആണെങ്കിലും. ഡേ 2 ഓഫ് ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ 3ഉം 4ഉം 5ഉം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോസ് അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് വട്ടം തന്നെ എവിടേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും ഇത് ആവശ്യമുണ്ടല്ലോ അത് ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ലിസ്റ്റൊക്കെ ആക്കി പോവുകയാണെങ്കിൽ നമ്മളത് മാത്രമേ മേടിക്കത്തുള്ളൂ. ലിസ്റ്റ് ഇല്ലാണ്ട് പോകുമ്പോഴാണ് നമ്മളെല്ലാം കൂടെ വാരി വലിച്ച് മേടിക്കുന്നത്. ചില സമയത്ത് ഞാൻ ലിസ്റ്റാക്കി പോവും. ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുമ്പോഴാണെങ്കിലും ചില സമയത്ത് ഞാൻ ലിസ്റ്റ് ആക്കാറില്ല, അന്നേരം എനിക്ക് പണിയും കിട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെ മേടിക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് അവസാനിച്ചു. ഇനി നമുക്ക് പാക്കിംഗ് കാണാം. ഇതൊരു വലിയ കടമ്പയാണ് കേട്ടോ ഈ പാക്കിങ്. അധികമൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഒരുപാടുണ്ട് പാക്ക് ചെയ്യാൻ. ഞാനാണെങ്കിൽ ഈ ലിക്വിഡ് ഐറ്റംസ് ഒന്ന് സെലോ ടേപ്പ് വെച്ച് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്യൂ കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറക്കി കൂട്ടുമ്പോഴും ഞാൻ മനസ്സിലായാലും എനിക്ക് ഒന്നും കൂടെ അഴിച്ച് പണിയേണ്ടി വരും എന്നുള്ളത് കേട്ടോ. അന്ന് രാത്രി നോക്കുമ്പോഴായിരുന്നു എൻ്റെ ലഗേജ് ഓവർ വെയിറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇത് പോകുന്നതിന് അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഞാൻ എക്സ്ട്രാ ലഗേജിന് പേ ചെയ്തു. അങ്ങനെ നമ്മുടെ ലഗേജ് ഒന്ന് റീപാക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ മേടിച്ച എല്ലാ സാധനവും നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും അധികം സാധനങ്ങൾ മേടിക്കാറില്ല, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാക്കിംഗ് കഴിഞ്ഞു. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.